ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഈ ലോക ജീവിതം ദുസ്സഹമായ പല അനുഭവങ്ങളുടെയും ഒരു ഭാണ്ഡം പേറി മുന്നോട്ട് പോകാൻ നമ്മെ നിരന്തരം നിർബന്ധിക്കും. ഭൗതികമായി ഉണ്ടാകുന്ന ഇല്ലായ്മകളെക്കാളും നഷ്ടങ്ങളെക്കാളും വേദനാജനകമായി മാറുന്നതും ഹൃദയത്തെ ഭരിക്കുന്നതും അപമാനിക്കപ്പെടുന്ന അനുഭവങ്ങളാണ്, കുറ്റം വിധിക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന് ദൈവത്തോട് പരാതിപ്പെടാത്തവരായി നമ്മിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങളുടെ വേദനകൾക്കകത്തു നിന്ന് ഹൃദയം നുറുങ്ങി നാം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? തൻ്റെ പീഡകളുടെ പാരമ്യത്തിൽ ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നതും അങ്ങനെയാണ്, പിതാവേ, എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? അങ്ങനെ പറയുന്ന ഉടനെ ക്രിസ്തുവിനതിന് ഉത്തരം ലഭിക്കുന്നുണ്ട്. ഹൃദയം ക്രിസ്തുവിനോട് പറയുന്നു, ഇത് കൈവിടലല്ല, സമർപ്പണത്തിൻ്റെ വേദിയാണ്. അതുകൊണ്ട് പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയാൻ ക്രിസ്തുവിനാവുന്നുണ്ട്. നാം കുറ്റം വിധിക്കപ്പെടുന്നതിൻ്റെയും അപമാനിക്കപ്പെടുന്നതിൻ്റെയും കാരണം ദൈവമാണ് എന്ന് തോന്നുന്നിടത്ത് നാം ദൈവത്തിനെതിരെ തിരിയും. നിരാശയും പിറുപിറുപ്പും ഒക്കെ കേവല ബലഹീനതകളാണെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ വിശ്വാസരാഹിത്യത്തിൻ്റെ അടയാളങ്ങളാണ് അവയെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോവും. യേശു പിതാവിനെ സമ്പൂർണ്ണമായി വിശ്വസിക്കുകയും പിതാവിൽ നിന്നാണ് താൻ വന്നതെന്നും പിതാവിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ പീഡകളും അപമാനവും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് കൊണ്ട് ക്രിസ്തു അതിനെതിരെ പിറുപിറുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വേദനാകരമായ അനുഭവങ്ങൾ പകർന്നു തരുന്ന മിത്രങ്ങളെയും സഹോദരങ്ങളെയും നാം വെറുക്കുകയും ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇടയാക്കുന്നത് പിശാചാണെന്ന് നാം തെറ്റിദ്ധരിക്കുകയും ചെയ്യും. പിലാത്തോസ്, നിന്നെ വിധിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈശോ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവർ നമ്മെ അപമാനിക്കുന്നുണ്ടെങ്കിൽ, കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഒരു അധികാരമാണ്. ആ അധികാരം നമ്മെ ക്രിസ്തു സാരൂപ്യത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനുള്ള അവസരമാണെന്ന് നാം തിരിച്ചറിയണം. അപമാനങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമാരാണ്? ഒന്ന്, ദൈവത്തിൻ്റെ തലയിൽ നമ്മൾ വെച്ച് കിട്ടും. രണ്ടാമത്, സഹോദരങ്ങളെ നാം പഴിക്കും. മിത്രങ്ങളാണ് ശത്രുക്കൾ എന്ന് നാം ഹൃദയത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. മിത്രങ്ങളോട് സ്നേഹം പുലർത്താൻ കഴിയാത്തവരായി നമ്മൾ മാറും. വാസ്തവത്തിൽ എന്താണ് ഇപ്രകാരം നാം വിധിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും കാരണം? സ്വാഭിമാനത്തിൽ നാം ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. നാം അഭിമാനിക്കുന്നത് നമ്മിൽ തന്നെയാണ്. ഞാനെന്ന ബോധം നിലനിർത്തുന്നത് കൊണ്ടാണ് അപമാനം കൈപ്പേറിയ ഒരു അനുഭവമായി, കുറ്റം വിധി ഭാരപ്പെട്ട ഒരു കുരിശായി എനിക്ക് നിങ്ങൾക്കും അനുഭവപ്പെടുന്നത്. അതിനെ മറികടക്കാൻ നാം ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മെ വെളിപ്പെടുത്താനുള്ള, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ള അവസരമാണ് ഇത്തരം കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെന്നാണ്. മറ്റൊന്ന്, എന്തുകൊണ്ട് പിതാവ് മറ്റുള്ളവരെ നമുക്കെതിരാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ലളിതമായ ഉത്തരം ഇത്രയേ ഉള്ളൂ, അവൻ കൂടുതലായി നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഈ ലോകത്തെക്കാളും മറ്റുള്ളവരെക്കാളും അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ പ്രതി അവരെ സ്നേഹിക്കാൻ കഴിയണം. നാം അവരെ സ്നേഹിക്കുന്നത് യേശുവിനെ പ്രതിയല്ല, നമ്മെ പ്രതിയാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയണം, നന്മ പറയണം, നമ്മൾ അംഗീകരിക്കണം, നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെ നാം ശഠിക്കുന്നു. വാസ്തവത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി ആയിത്തീരാനുമാണ് നാം വിളിക്കപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്യുന്ന സത്യം നാം മറന്നുപോകുന്നു. യേശുവിന് ഈ ബോധ്യമുണ്ട്. അഖില ലോകത്തിനും രക്ഷയ്ക്ക് വേണ്ടിയാണ് തൻ്റെ സമർപ്പണമെന്ന് ക്രിസ്തു തിരിച്ചറിയുന്നത് കൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ച് സകലത്തിനും മോചനം നൽകാൻ അവന് ശക്തി ഉണ്ടാകുന്നു. ചിലറ്റും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വാഭാവികമായി നമുക്കുള്ള ഒരു ആത്മാഭിമാനം എന്ന ബോധം, ഞാനെന്ന ബോധം, ആ ഞാനെന്ന ബോധത്തിൽ അടിയുറച്ച് എൻ്റേതെന്ന ചിന്തയോടെ ഈ ലോകത്തെ നോക്കിക്കാണുമ്പോൾ ലോകം നേർവിപരീത ദിശയിൽ എന്നോട് പ്രതികരിക്കും. എന്നെ മാനിക്കണമെന്ന് ഹൃദയം കൊണ്ട് ഞാൻ അത്ര ശഠിക്കുന്നുവോ അത്രത്തോളം ലോകം എന്നെ ദ്വേഷിക്കാനും എന്നെ കുറ്റം വിധിക്കാനും തുടങ്ങും. അഭിമാനമാണ് ഏറ്റവും പരമപ്രധാനമെന്നാണ് സാധാരണഗതി നമ്മൾ പറയുക. അഭിമാനം നഷ്ടപ്പെട്ട പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പറയും. അഭിമാനം എന്നത് കേവലം നമ്മുടെ സങ്കല്പമാണ്. നമ്മുടെ കുറവുകളും അയോഗ്യതകളും മറച്ചു വയ്ക്കുന്നൊരു ദൈവം ഇല്ലാത്ത കാര്യത്തിനാണ് മറ്റുള്ള വിധികൾ കേൾക്കാൻ
നമുക്ക് ഇട നൽകുന്നത്. നമ്മെ തന്നെ പരിശോധിക്കാനും നമ്മെ തന്നെ തിരുത്താനും ഒരുപക്ഷെ ഈ കുറ്റം വിധികൾ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾക്ക്, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നാം അപമാനിതരാകുമ്പോൾ നാം ക്രിസ്തുവിനോടൊപ്പമായിത്തീരുന്നു എന്ന യാഥാർത്ഥ്യം നാം ഓർക്കണം. യേശുവിനോടൊപ്പം നന്മ ചെയ്ത് ഒരുപോലെയാകാൻ നമുക്ക് സാധ്യമല്ല. പാപത്തിൻ്റെ വഴിയിൽ നിന്ന് സമ്പൂർണ്ണമായി വിമോചിതരായി ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കാൻ എളുപ്പമല്ല. സഹനങ്ങളെ പിറുപിറുപ്പില്ലാതെ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാനും നമുക്ക് ഏറെ പരിമിതികളുണ്ട്. പക്ഷേ ഒരൊറ്റ സാഹചര്യത്തിൽ, ഒരൊറ്റ സന്ദർഭത്തിൽ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റും. അപമാനമേൽക്കുന്ന സമയത്ത് നമുക്കെതിരെ ഉണ്ടാകുന്ന അപമാനങ്ങളെയും കുറ്റം വിധികളെയും എതിർക്കാതെ, നീതീകരണത്തിനായി ശ്രമിക്കാതെ, ന്യായീകരിക്കാനായി ബന്ധപ്പെടാതെ അവയെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചാൽ ക്രിസ്തു പിലാത്തോസിൻ്റെ അരമനയിൽ അവൻ്റെ സന്നിധിയിൽ തലകുമ്പിട്ട് നിന്നതുപോലെ കുമ്പിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ക്രിസ്തുവിൽ നാം സാരൂപ്യം പ്രാപിക്കും, അവനെ ജീവിതത്തിൽ ധരിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് അപമാനം ഉണ്ടാകുമ്പോൾ നാം രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയണം. ഒന്ന്, ലോകത്തെക്കാളും ലോകബന്ധങ്ങളെക്കാളും പ്രധാനമായി ദൈവത്തെ സ്നേഹിക്കാൻ, ക്രിസ്തുവിൽ പിതാവിനെ സ്നേഹിക്കാൻ നാം വിളിക്കപ്പെടുന്നു. രണ്ടാമത്, സ്വയം ഉപേക്ഷയുടെ വഴിയിലൂടെ അവനെ തന്നെ നിസ്സാരനാക്കി പരിഗണിച്ച് ക്രിസ്തു സാരൂപ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് അപമാനങ്ങളും കുറ്റം വിധികളും. നമ്മെ മറ്റുള്ളവർ അപമാനിക്കുമ്പോഴും കുറ്റം വിധിക്കുമ്പോഴും അവരുടെ നേരെ തിരിയാനും അവർക്കെതിരെ ശത്രുത പുലർത്താനും നമ്മെ പ്രേരിപ്പിക്കുന്നത് വിദ്വേഷത്തിൻ്റെ വേരുകളാണ്. വിദ്വേഷത്തിൻ്റെ വേരുകൾ വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത മിത്രങ്ങളാണ് പലപ്പോഴും ശത്രുക്കളായിട്ട് നമ്മുടെ മുമ്പിൽ വരിക. നാം ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾക്കും ഇല്ലാത്ത കാര്യങ്ങൾക്കും നമ്മുടെ നേരെ കുറ്റം വിധികളുടെയും അപമാനത്തിനെയും ചാട്ടുളികൾ എറിയുന്നത് ദൂരെ ആരുമായിരിക്കില്ല, ഏറ്റവും അടുത്തവരായിരിക്കും. എന്തുകൊണ്ടാണ് ഏറ്റവും അടുത്തവർ അപ്രകാരം പെരുമാറുന്നത്? അപ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുക. കാരണം നാം കരുതിയിരിക്കുന്നത് നാം അവർക്ക് വേണ്ടിയാണെന്നല്ല, അവർ നമുക്ക് വേണ്ടിയാണെന്നാണ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കണമെന്നും എങ്ങനെ പറയണമെന്നും ഒക്കെ ഒരു മുൻധാരണ നാം ഹൃദയത്തിൽ സ്വരൂപിച്ചിട്ടുള്ളത് കൊണ്ട്, അവരൊക്കെ നമ്മുടേതാണെന്ന തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നത് കൊണ്ട്, അവർക്ക് വേണ്ടിയാണ് നമ്മളെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ട് നാം നമ്മുടെ അഭിമാനത്തിൽ തൂങ്ങി മരിക്കുകയാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹൃദയപൂർവ്വം നാം ആലോചിക്കേണ്ടതുണ്ട്. ക്രിസ്തു സാരൂപ്യം സ്വയം നീതീകരണമില്ലാത്ത ഒരു വിധേയപ്പെടലിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിരസ് കുമ്പിടുന്നത് പോലെ ഈ ലോകത്തിൻ്റെ അപമാനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും കുറ്റം വിധികൾക്കും സ്വയം കീഴടങ്ങാൻ എനിക്ക് നിങ്ങൾക്കുമായാൽ വെളിപ്പെടുന്നത് ക്രിസ്തുവായിരിക്കും. അപ്രകാരം മാത്രമേ ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റൂ. എന്തുകൊണ്ട് ഇവരിങ്ങനെ ക്ഷമിക്കുന്നു, എന്തുകൊണ്ട് ഇവരെങ്ങനെ സഹിക്കുന്നു എന്നതാണ് ആദിമ ക്രൈസ്തവരെ തിരിച്ചറിയാനുള്ള അടയാളം. പീഡയേൽക്കുമ്പോൾ പിറുപിറുക്കാതെ നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ കഴിഞ്ഞ ശിഷ്യൻ സമൂഹത്തെ ലോകം ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു. നാം ആകട്ടെ സ്വാഭിമാനത്തെക്കുറിച്ച് നീതിബോധമുള്ളവരായി, സ്വയം നീതീകരിക്കാൻ വ്യഗ്രതപ്പെടുന്നവരായി, നമ്മെ എതിർക്കുന്നവർക്കെതിരെ തിരിയാൻ ബന്ധപ്പെടുന്നവരായി ഈ ലോകത്തിന് മുൻപിൽ ക്രിസ്തു നിഷേധമാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. അപമാനങ്ങളും കുറ്റപ്പെടുത്തലുകളും കുറ്റം വിധികളും നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പിറുപിറുക്കാത്തവരായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായി നമുക്ക് നിൽക്കാം. നമ്മെ മറ്റുള്ളവർ കുറ്റം വിധിക്കുമ്പോൾ നാം മഹത്വം അന്വേഷിക്കുന്നത് ലോകത്തിൽ നിന്നാണ്, ലോകത്തിൻ്റെ അംഗീകാരമാണ് തേടുന്നത്. ഈ അംഗീകാരം തേടുമ്പോൾ നിശ്ചയമായിട്ടും വിധിക്കാനുള്ള അവസരം നാം ലോകത്തിന് കൊടുക്കുകയാണ്. ഒരു മത്സരത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ആ മത്സരത്തിൻ്റെ ജഡ്ജ് ചെയ്യുന്ന ആളുകളെ നാം അംഗീകരിച്ചേ മതിയാവൂ. പലപ്പോഴും നമ്മളിന്ന് കാണും കലോത്സവ വേദികളിലൊക്കെ തങ്ങൾക്ക് മാർക്കിട്ടത് ശരിയായില്ല എന്ന് പരാതിപ്പെടുന്ന മത്സരാർത്ഥികൾ. വാസ്തവത്തിൽ അത് പറയാനുള്ള ഒരു അവകാശം അവർക്കില്ല. കാരണം ഈ ജഡ്ജിങ്ങിനെ, ഈ വിധിയെ അംഗീകരിക്കാമെന്ന വ്യവസ്ഥയിലാണ് അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവർ തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നത് ഈ വിധിയാളൻ്റെ മുമ്പിലാണ്. അതേപോലെ ജനപ്രതിനിധികൾ പലപ്പോഴും ആക്ഷേപങ്ങൾ കേൾക്കാനിടയാവും. കാരണം അവർ സമർപ്പിക്കുന്നത് ജനത്തിൻ്റെ മുമ്പിലാണ്. വിധിക്കാൻ അവകാശമുള്ളവരാണ് ജനങ്ങൾ. ആ ജനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ജനം അവരെ വിധിക്കും. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നത് ആരുടെ മുമ്പിലാണ്? ലോകത്തിന് മുമ്പിലാണോ ദൈവത്തിന് മുമ്പിലാണോ? ദൈവത്തിന് മുമ്പിലാണ് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതെങ്കിൽ നമ്മെ വിധിക്കുന്നത് ദൈവമാണ്. അവിടെ
ലോകത്തിൻ്റെ വിധികൾ നമ്മെ ബാധിക്കുന്നില്ല. എന്നാൽ നാം നമ്മെ സമർപ്പിക്കുന്നത് ഈ ലോകത്തിന് മുമ്പിലാണെങ്കിൽ, മിത്രങ്ങളുടെ മുമ്പിലാണെങ്കിൽ, ബന്ധുക്കളുടെ മുമ്പിലാണെങ്കിൽ നിശ്ചയമായിട്ടും അവർ നമ്മെ വിധിക്കും. ഈ ലോകസമക്ഷം നമ്മെ സമർപ്പിക്കാനല്ല, ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനാണ്, പിതാവിൻ്റെ കരങ്ങളിൽ സ്വയമേൽപ്പിക്കാനാണ് ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നത്. ആ ഒരു ബോധ്യം നമ്മിൽ നിലനിൽക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ലോകത്തിൻ്റെ വിധികളെ കാര്യമായി പരിഗണിക്കാതെ ദൈവോന്മുഖരായി ജീവിക്കാൻ നമുക്ക് പറ്റും. ഈ ലോകം എന്തു തന്നെ പറഞ്ഞുകൊള്ളട്ടെ, എങ്ങനെ കുറ്റം വിധിക്കട്ടെ, കർത്താവാണ് എൻ്റെ ആശ്രയമെന്ന് നമുക്ക് പറയാൻ പറ്റും. ശേഷം പ്രിയപ്പെട്ടവരെ, കുടുംബ സാഹചര്യങ്ങളിലും ജീവിത ചുറ്റുപാടുകളിലും നിരന്തരം നാം ഇതിനെയൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് സ്നേഹമില്ലെന്ന് വിധിച്ച് അവരെ നാം പുറന്തള്ളുന്നു. ഹൃദയത്തിൽ നിന്ന് അവരെ പുറന്തള്ളി കഥകടച്ച് അതിനകത്തിരുന്ന് നാം നിരാശരാകണം. ഒറ്റപ്പെട്ടു പോയതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നമ്മുടെ മേൽ അധികാരം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മേലുള്ള അധികാരം ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ ഈ ലോകത്തിന് നമ്മെ വിധിക്കാൻ സാധ്യമല്ല. ഈ ലോകത്തിൻ്റെ വിധികൾ നമ്മെ ബാധിക്കില്ല. ക്രിസ്തുവിനെ പിലാത്തോസ് വിധിക്കുന്നുണ്ട്, യഹൂദർ അവനെ കുരിശിലേറ്റുന്നുണ്ട്. പക്ഷേ ക്രിസ്തു കുരിശിൽ അവസാനിക്കുന്നില്ല. കുരിശിൽ അവസാനിക്കാതെ അവൻ മഹത്വീകൃതനാകുന്നു. കുരിശിൽ മഹത്വപ്പെടുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഹൃദയത്തിൻ്റെ ആനന്ദത്തിന് കോട്ടം തട്ടില്ല, ഇളക്കമുണ്ടാകില്ല. ഈ ലോകം നമ്മെ എത്രത്തോളം ക്രൂരമായി പീഡിപ്പിച്ചാലും നാം തളർന്നു പോകില്ല. അങ്ങനെ തളരാത്ത ഹൃദയത്തോടെ, ഉറപ്പുള്ള വിശ്വാസത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നത്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മാനുഷികതയുടെ പരിമിതികളെ ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.